മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറക്കാനാവാത്ത ഒരു മേഴ്സിസൈഡ് ഡെർബിയാണ് നമ്മൾ ഇന്ന് ഗുഡിസൺ പാർക്കിൽ വെച്ച് കണ്ടത്. ടൈറ്റിൽ റേസിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ ലിവർപൂൾ ഇന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡെർബി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഹൈ പ്രഷർ, ഹൈ ഇന്റൻസിറ്റി ഗെയിം, യെല്ലോ കാർഡുകൾ, റെഡ് കാർഡുകൾ, അവസാനം വലിയൊരു ട്വിസ്റ്റ്, ഇതുപോലെ എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു മാച്ചാണ് നമ്മൾ ഇന്ന് ഗുഡിസൺ പാർക്കിൽ വെച്ച് കണ്ടത്. ലിവർപൂളിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫെൻസീവ്ലി ഒരുപാട് ചാൻസുകളൊന്നും ലിവർപൂൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പൊസിഷൻ ലിവർപൂളിന്റെ കയ്യിലായിരുന്നു, 64% പൊസിഷൻ ഉണ്ടായിരുന്നു. 6 ചാൻസുകൾ മാത്രമാണ് ഒഫെൻസീവ്ലി ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തത്. 4 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. എന്നാൽ 10ഓളം ചാൻസുകൾ ഇന്നത്തെ മത്സരത്തിൽ 34% പൊസിഷൻ വെച്ചിട്ട് എവർട്ടൺ ക്രിയേറ്റ് ചെയ്തു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് ആണ് എവർട്ടന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇപ്പൊ ഡേവിഡ് മോയിസ് മാനേജറായിട്ട് വന്നതിന് ശേഷം പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് നല്ല എഫേർട്ട് കാണുന്നുണ്ട്. ഒരു മാനേജർ ബൗൺസ് വളരെ ക്ലിയർ ആയിട്ട് എവർട്ടൺ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ കളി തുടങ്ങി ആദ്യം സ്കോർ ചെയ്യുന്നത് എവർട്ടൺ ആണ്. 11ാമത്തെ മിനിറ്റിൽ ബെറ്റോക്ക് ഫ്രീ കിക്ക് എന്നൊരു കിടിലം ഓപ്പർച്യൂണിറ്റി കിട്ടുകയുണ്ടായി. പുള്ളി ഒരു ടച്ച് എടുത്ത് അലിസൺ ബെക്കറുടെ കയ്യിലിടയിലൂടെയാണ് പോസ്റ്റിലേക്ക് ഈ ഷോട്ട് അടിക്കുന്നത്. അങ്ങനെ 1-0 ലീഡിലേക്ക് 11ാമത്തെ മിനിറ്റിൽ എവർട്ടൺ എത്തുകയാണ്. ലിവർപൂള് ശക്തമായിട്ട് റെസ്പോണ്ട് ചെയ്തു. വിത്തിൻ 5 മിനിറ്റ്സ് ഒരു ബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രോസ് ആണ് മെക്കാലിസ്റ്റർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡറിലൂടെ കൺവേർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് പിക്ഫോർഡ് ഡൈവ് ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ പുള്ളി ഒരിക്കലും ആ ബോള് പോസ്റ്റിനകത്തേക്ക് കയറുന്ന എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോളാണ് ഹെഡറിലൂടെ മെക്കാലിസ്റ്റർ കൺവേർട്ട് ചെയ്തത്. അങ്ങനെ 16ാമത്തെ മിനിറ്റിൽ ഇരു ടീമുകളും 1-1 എന്നുള്ള സ്കോറിലേക്ക് എത്തി. പിന്നീട് 1-2 ഹാഫ് ചാൻസുകൾ ഇരു ടീമുകൾക്ക് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മിഡ്ഫീൽഡിലെ ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ തന്നെയാണ്. 2 ടീമുകളും ഈ 50-50 ബോൾസിനൊക്കെ വളരെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യുന്നതും യെല്ലോ കാർഡ് മേടിക്കുന്നതും ഫിസിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻ ഒക്കെ ഈ മത്സരത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൈക്കിൾ ഒലിവറുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-1 എന്ന രീതിയിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റിൽ എവർട്ടൺ കിഡിലൻ 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ആദ്യത്തെ ചാൻസ് ഡിക്കോറിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്രീ ഹെഡറാണ്. ചെറിയൊരു വ്യത്യാസത്തിൽ ആ ഒരു ഹെഡർ പോസ്റ്റിന് പുറത്തു പോയി. പിന്നീട് ഹാരിസൺ റീഡിന് ലെഫ്റ്റ് വിങ്ങിൽ വെച്ചിട്ട് ഒരു ബ്രില്യൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ 2 ചാൻസുകൾ എവർട്ടൺ മിസ് ചെയ്തു. എന്നാൽ ലൂയിസ് ഡിയാസിന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാപ്പിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി എങ്ങനെയാണ് ആ ചാൻസ് മിസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം പിക്ഫോർഡ് തടയാൻ നോക്കി, ആ ബോൾ ഡിഫ്ലക്റ്റ് ആയിട്ട് ലൂയിസ് ഡിയാസിന്റെ കാലിലേക്ക് എത്തി. പക്ഷേ പുള്ളിക്ക് ഷോട്ട് കിട്ടിയില്ല. തിരിച്ച് പിക്ഫോർഡ് വന്ന് അത് പിടിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ഈസി ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ലൂയിസ് ഡിയാസ് മിസ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ 73ാമത്തെ മിനിറ്റിലാണ് മോ സലക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നിട്ടുള്ള കർട്ടിസ് ജോൺസ് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് അടിക്കുന്നു. പിക്ഫോർഡ് ആ ഷോട്ട് ബ്ലോക്ക് ചെയ്തു. പക്ഷേ ബോൾ ഡിഫ്ലക്റ്റ് ആയിട്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി. പിക്ഫോർഡിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് മോസല ഒരു ടച്ച് എടുത്തുകൊണ്ട് റൈറ്റ് വിങ് കോർണറിലേക്ക് ആ ഷോട്ട് അടിക്കുന്നു. അങ്ങനെ 73ാമത്തെ മിനിറ്റിൽ 2-1 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയും ചെയ്തു. ഐ ഫീൽ ഫോർ മോസല. കാരണം പുള്ളി എല്ലാ മത്സരത്തിലും പുള്ളിയുടേതായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരുന്നുണ്ട്. ഗോളായാലും അസിസ്റ്റ് ആയാലും എഫേർട്ട് ആയാലും പുള്ളിയുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ജയിക്കേണ്ട കളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ലിവർപൂൾ ഈ മത്സരം സീൽ ചെയ്തു, ഇനി എവർട്ടന് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഡെർബി മത്സരത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുപോലുള്ള എനർജിയാണ് ഇപ്പോൾ ഫാൻസ് ആയാലും പ്ലെയേഴ്സ് ആയാലും ഈ ഒരു പിച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കളി 90 മിനിറ്റ്സ് കഴിഞ്ഞു. 5 മിനിറ്റിന്റെ ആഡ് ഓൺ കിട്ടി. ആ സമയത്താണ് ലിവർപൂളിന് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് കിട്ടുന്നത്. മോ സല ബോളുമായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഫൈനൽ തേർഡ് 18 യാർഡ് ബോക്സിന് അടുത്ത് വെച്ചിട്ട് പുള്ളിയെ ഫൗൾ ചെയ്തോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചലഞ്ചാണ്. പക്ഷേ മൈക്കിൾ ഒലിവർ ആ ചലഞ്ച് കൊടുത്തില്ല. തിരിച്ച് എവർട്ടൺ കൗണ്ടറിലേക്ക് വരുന്നു.
അങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പോസ്റ്റിലേക്ക് ഒരു ക്രോസ് ഇടുന്നു. ടിം ഇറോഗ്ബോണം പോസ്റ്റിൽ ഉണ്ടായിരുന്നു. പുള്ളി തല കൊണ്ട് ഇത് ഫ്ലിക്ക് ചെയ്ത് റൈറ്റ് വിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾസ് ടർക്കോസിയുടെ സൈഡിൽ നിന്ന് കാണുന്നത്. പുള്ളി റൈറ്റ് വിങ്ങിലൂടെ ഫുൾ മൊമെന്റത്തിൽ വരുന്നു. ആ ബോള് ഡയറക്റ്റ് ആയിട്ട് പുള്ളിയുടെ കാലിൽ കണക്റ്റായി. ഒരു ബുള്ളറ്റ് ഷോട്ട് എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയാണ് ബോള് പോസ്റ്റിലേക്ക് എത്തിയത്. നോ ചാൻസ് ഫോർ അലിസൺ. അങ്ങനെ 2-2 എവർട്ടൺ കളിയിലേക്ക് തിരിച്ചു വന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ടർക്കോസ്കിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് ആക്ച്വൽ ഡ്രാമ അരങ്ങേറിയത് എന്ന് പറയേണ്ടി വരും. ഡിക്കോറെ എന്താണ് ചെയ്തത്? പുള്ളി ഡയറക്റ്റ് ആയിട്ട് ലിവർപൂൾ എവേ ഫാൻസിന്റെ മുമ്പ് പോയി സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ചോദിക്കാനായിട്ട് കേർട്ടിസ് ജോൺസ് പോയി ഡിക്കോറയെ വലിച്ചു കൊണ്ടുവന്നു. അവിടെ വലിയ തരത്തിൽ ഒന്നും തള്ളുമായി. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടുപേരും ഒരു ഫിസിക്കൽ ഫൈറ്റിലേക്ക് പോയി. എക്സിസ്റ്റിംഗ് യെല്ലോ കാർഡ്സിൽ നിൽക്കുന്ന പ്ലെയേഴ്സാണ്. അതോടുകൂടി മൈക്കൽ ഒലിവർ വന്നു. രണ്ടുപേർക്കും വീണ്ടും യെല്ലോ കാർഡ് കൊടുത്തു. അങ്ങനെ 2 റെഡ് കാർഡുകൾ കിട്ടി. ഈ പ്ലെയേഴ്സ് പുറത്തേക്ക് പോയി. ഈ സമയത്താണ് ആർനെ സ്ലോട്ട് ഹാൻഡ് ഷേക്കിന് വേണ്ടിയിട്ട് പിച്ചിലേക്ക് വരുന്നത്. പുള്ളി മോ സലയുടെ ഫൗളിൻ്റെ കാര്യം മൈക്കൽ ഒലിവറിനോട് ചോദിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷേ ആ സമയത്ത് മറ്റൊരു റെഡ് കാർഡ് ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടു. സ്ലോട്ടിനും കിട്ടി ഒരു റെഡ് കാർഡ്. അങ്ങനെ പരക്കെ യെല്ലോ കാർഡ്സും റെഡ് കാർഡും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ചായിട്ട് ഈ മത്സരം മാറുകയും ചെയ്തു. എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള 2 പോയിന്റാണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊമെൻ്റം എന്ന് പറയുന്നത് ഫുട്ബോൾ എല്ലാമാണ് എന്ന് പറയേണ്ടി വരും. കാരണം മൊമെൻ്റം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പ്ലൈമൗത്തിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഈ മത്സരത്തിൽ എവർട്ടനെതിരെ ഡ്രോപ്പ് ചെയ്തു. 7 പോയിന്റിന്റെ ലീഡ് മാത്രമേ ഇപ്പോൾ ലിവർപൂളിനുള്ളൂ. ഇനി 15ഓളം ക്രൂഷ്യൽ മത്സരങ്ങൾ ലിവർപൂളിന് ബാക്കിയുണ്ട്. എന്തായാലും ലിവർപൂൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.